ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. നമുക്കിത് ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ പൊള്ളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കൊണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. അതേ അളവിൽ തന്നെ ഞാനൊരു ഗ്ലാസ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവർ പുളിയൊന്നും ഇല്ലാത്ത കുറച്ച് കട്ടത്തൈര് ഞാൻ കുറച്ച് വെള്ളം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതേ അളവ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ടൊന്നും ഇല്ലാതെ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നല്ലപോലെ കട്ടൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ ആണെങ്കിൽ ഞാൻ കുറച്ചൊരു ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ. പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നല്ല നൈസാക്കിയിട്ട് അരിയണം കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് കേട്ടോ. അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം റവ ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഏകദേശം കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് മാത്രം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റേ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊങ്ങിയിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് മൗൾഡിലോ ഏത് പാത്രത്തിലോ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വെറൈറ്റി ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഗ്ലാസ്സിലൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഏകദേശം ഗ്ലാസിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 2 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഗ്ലാസ്സിലും ഒന്ന് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു മാവ് കറക്റ്റായിട്ടോ 4 ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവി കയറ്റിയിട്ടെടുക്കണം. ഒരു 15 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ നമുക്ക് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ജസ്റ്റ് ഇതാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിൽ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അത്രയ്ക്ക് ഈസിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1-2 ടീസ്പൂൺ വെള്ളം കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ ഇതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതുപോലെ തന്നെ ഒരു ചട്നിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്ക് ആയിട്ട് ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ചട്നിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. നല്ല തേങ്ങാ ചട്നി കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷന്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.